ഉലുവ, ഗോതമ്പ്, പയർ, കടുക്, ചീരവിത്ത് എന്നിവയൊക്കെ മൈക്രോ ഗ്രീനുകളായി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. വീടിനുള്ളിൽ തന്നെ സൂര്യപ്രകാശം ഒരുവിധം ലഭിക്കുന്നിടത്ത് വേണം ഇത് വളർത്തിയെടുക്കാൻ. വിത്തുകൾ സാധാരണ രീതിയിൽ മുളപ്പിച്ചെടുക്കണം. അതായത് വിത്തുകൾ നനവുള്ള തുണിയിൽ കെട്ടിവെച്ചാൽ ഈ വിത്തുകളെല്ലാം മുളയ്ക്കുന്നതായിരിക്കും. സ്പ്രൗട്ട് ചെയ്ത പയർവർഗ്ഗങ്ങൾ നമുക്ക് വേവിച്ച് കഴിക്കാം. എന്നാൽ പോഷകങ്ങൾ ധാരാളമടങ്ങിയ ഈ സ്പ്രൗട്ട് അല്പം കൂടി വളർത്തി ഇലകൾ വരുന്നതിനെയാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. മൈക്രോ ഗ്രീൻസ് മറ്റ് ഇലക്കറികളേക്കാൾ പോഷകസമൃദ്ധമായ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിത്ത് മുളച്ചു വരുന്ന വളരെ ചെറിയ തൈകളാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. 2 ചെറിയ ബീജപത്രങ്ങളും നീളം കുറഞ്ഞ 2 തണ്ടും തളിരിലകളും ചേർന്നതാണ് ഈ പറയുന്ന മൈക്രോ ഗ്രീനുകൾ. ഇതിനെ പോഷകങ്ങളുടെ അത്ഭുത കലവറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. സാധാരണ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നതിന് മണ്ണ് അത്യാവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നവർക്ക് മണ്ണ് ലഭിക്കാത്തതിനാൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ മണ്ണിന്റെ സഹായമില്ലാതെ ബാൽക്കണിയിലെ അല്പം സ്ഥലത്ത് പ്രായോഗികമായി വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് മൈക്രോ ഗ്രീനുകൾ. കീടനാശിനികളോ മറ്റു വളങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമായ ഇലക്കറികൾ നമ്മുടെ അടുക്കളയിലോ ബാൽക്കണിയിലോ നമുക്ക് വളർത്തിയെടുക്കാം. പച്ചക്കറികളിലെ പുതിയ താരമായ മൈക്രോ ഗ്രീനുകൾ വിത്ത് മുളച്ച് 15 ദിവസത്തിനു ശേഷം കറി വെച്ചോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഉപയോഗിക്കാവുന്നതാണ്. കീടനാശിനികൾ ഉപയോഗിക്കാത്തതിനാൽ സാധാരണ ഇലക്കറികളേക്കാൾ 10 ഇരട്ടി ഗുണങ്ങളാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ലഭിക്കുന്നത്. പോഷകങ്ങളുടെ കലവറയായ മൈക്രോ ഗ്രീനുകളിൽ ആൻറ്റി ഓക്സിഡന്റ്, വിറ്റാമിൻ കെ, അയൺ, ഫോളിക് ആസിഡ്, സിങ്ക്, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. മൈക്രോ ഗ്രീനുകളിൽ കലോറി തീരെ കുറവാണ്. 8 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാവുന്നതാണ് ഇത്തരം മൈക്രോ ഗ്രീനുകൾ. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഓരോ സമയത്തും ലഭിക്കേണ്ട പോഷകങ്ങളെല്ലാം ഈ മൈക്രോ ഗ്രീൻ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം മികച്ചതാണ് മൈക്രോ ഗ്രീനുകൾ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം, കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന ബ്ലോക്കുകൾ എന്നീ അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് മൈക്രോ ഗ്രീൻ ഇലക്കറികൾ. ദഹന പ്രക്രിയയെ അനായാസമാക്കുന്നതിന് സ്ഥിരമായി മൈക്രോ ഗ്രീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രമേഹം എന്ന രോഗത്തിന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് മൈക്രോ ഗ്രീനുകൾ. ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും പക്ഷാഘാതം പോലുള്ള അവസ്ഥകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് മൈക്രോ ഗ്രീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ചെറിയ തൈകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ മൈക്രോ ഗ്രീനുകൾക്ക് നമ്മൾ ചിന്തിക്കുന്നതിലുമപ്പുറം പോഷക ഗുണങ്ങളാണുള്ളത്. അതുകൊണ്ട് മൈക്രോ ഗ്രീനുകൾ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക.